ഹായ് ഹലോ ദിസ് ഇസ് ശരണ്യ. ഞാനിവിടെ പബ്ലിക് ഹെൽത്തിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമാണ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഈസി ആയിട്ട് തന്നെയാണ് ഞാനത് അവതരിപ്പിച്ചിരിക്കുന്നതും. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ പബ്ലിക് ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് അതായത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്നുള്ളതിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മോഡലിലല്ല, അത് നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള ക്ലാസ് ആയിരുന്നു അല്ലേ. അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ മോഡലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് കൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് പഠിച്ചു പോവുക. എക്സാമിന് എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ 2 വട്ടം കേൾക്കുക, എങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുള്ളൂ. അതായത് 4 ഓപ്ഷൻസിൽ എന്തായാലും 2 ഓപ്ഷൻ ഒരുപാട് സാദൃശ്യമുള്ളതായിരിക്കും. അതായത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ തരുന്നത് അല്ലേ. അപ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഈ 2 വട്ടം ഈ വീഡിയോ കേൾക്കുന്നത് കൊണ്ടുള്ള ഗുണം ആ സമയത്ത് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കേൾക്കാൻ പറയണത്. ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പോൾ റിവിഷൻ്റെ തിരക്കിലും ഒക്കെ ആയിരിക്കും. ചില ടോപ്പിക്കുകളൊക്കെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് കാണും അല്ലേ. അപ്പം എല്ലാവരും ആ ഒരു സ്പിരിറ്റിൽ തന്നെ പഠിച്ചു പോവുക, എങ്കിൽ മാത്രമാണ് നമുക്ക് വിചാരിച്ച രീതിയിൽ എത്താൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പം നന്നായി പഠിക്കുക. അപ്പം നമുക്ക് ഞാൻ എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതോടുകൂടി അവസാനിക്കുന്നില്ല കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിച്ചെല്ലാം കൂടെ ഇടണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം കേട്ടോ. യൂസ്ഫുൾ തന്നെ ആയിരിക്കും, പേടിക്കണ്ട. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്, അടുത്തതല്ല ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് മെല്ലെ മൂവ് ചെയ്താലോ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പ്രോട്ടീൻ പൊരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന രോഗം. എന്താണ്? പ്രോട്ടീൻ പൊരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന രോഗം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അലർജി, അനീമിയ, ക്യാൻസർ, ചൊറി അല്ലേ. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, അലർജി. അപ്പൊ പ്രോട്ടീൻ പൊരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? അലർജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസുലിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം. എന്താണ്? ഇൻസുലിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ തന്നെയായിരിക്കും. എങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ മോഡൽ വേണമല്ലോ. അപ്പൊ ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. മഞ്ഞപ്പിത്തം, ന്യൂമോണിയ, പ്രമേഹം, ക്ഷയം. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, പ്രമേഹം. ഏതാണ്? ഓപ്ഷൻ സി, പ്രമേഹം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻസ് തലച്ചോറ്, ഹൃദയം, കരൾ, ധമനികൾ. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, തലച്ചോറ്. പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമേത്? എന്താണ്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമേത്? പ്രമേഹം, ക്ഷയം, മഞ്ഞപ്പിത്തം, അർബുദം. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ, പ്രമേഹം. ഏതാണ്? ഓപ്ഷൻ എ, പ്രമേഹം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സിറോസിസ് രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു? എന്താണ്? സിറോസിസ് രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു? ത്വക്ക്, വൃക്ക, അസ്ഥി, കരൾ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, കരൾ. ഏതാണ്? ഓപ്ഷൻ ഡി, കരൾ. സിറോസിസ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു? എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കരൾ, ഹൃദയം, വൃക്ക, ശ്വാസകോശം. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, കരൾ തന്നെയാണ് കേട്ടോ. ഇതാണ് ഓപ്ഷൻ എ, കരൾ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെവൻത് ക്വസ്റ്റ്യൻ.
മഞ്ഞപ്പിത്ത രോഗം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മഞ്ഞപ്പിത്ത രോഗം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വൃക്കകൾ, ശ്വാസകോശം, ത്വക്ക്, കരൾ. ഇതിന്റെ ആൻസർ ഏതാണ് അപ്പോ? ഓപ്ഷൻ ഡി കരൾ. ഏതാണ്? ഓപ്ഷൻ ഡി കരൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ ആണ്. ആഗ്നേയ ഗ്രന്ഥിയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ആഗ്നേയ ഗ്രന്ഥിയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ഗോയിറ്റർ, വാമനത്വം, പ്രമേഹം, ഭീമാകാരത്വം. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി പ്രമേഹം. ഏതാണ്? ഓപ്ഷൻ സി പ്രമേഹം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ന്യൂമോണിയ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ന്യൂമോണിയ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാ? കരൾ, ചെറുകുടൽ, ശ്വാസകോശം, ഹൃദയം. ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ശ്വാസകോശം. ഏതാണ്? ഓപ്ഷൻ സി ശ്വാസകോശം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10th ക്വസ്റ്റ്യൻ ആണ്. എക്സിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എക്സിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശം, തലച്ചോറ്, കരൾ, ത്വക്ക്. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഡി ത്വക്ക്. ഏതാണ്? ഓപ്ഷൻ ഡി ത്വക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 11th ക്വസ്റ്റ്യൻ. പ്രായം കൂടുമ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ ഏത്? എന്താണ്? പ്രായം കൂടുമ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ ഏത്? ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, തിമിരം, അസ്റ്റിഗ്മാറ്റിസം. അപ്പോ ഇതിൽ ഏതായിരിക്കും നമ്മളുടെ ആൻസർ? ഓപ്ഷൻ സി തിമിരം. ഏതാണ്? ഓപ്ഷൻ സി തിമിരം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12th വൺ. ഒഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഒഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിശുരോഗ ചികിത്സ, സ്ത്രീരോഗ ചികിത്സ, നേത്രരോഗ ചികിത്സ, നാഡീരോഗ ചികിത്സ. ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി നേത്രരോഗ ചികിത്സ. ഏതാണ്? ഓപ്ഷൻ സി നേത്രരോഗ ചികിത്സ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ. ലോക കാഴ്ച ദിനം എന്നാണ്? എന്താണ്? ലോക കാഴ്ച ദിനം എന്നാണ്? ഒക്ടോബർ 1, ഒക്ടോബർ 10, സെപ്റ്റംബർ 5, ഡിസംബർ 1. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഒക്ടോബർ 10. അപ്പൊ ലോക കാഴ്ച ദിനം എന്നാണ്? ഒക്ടോബർ 10. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. 14th ക്വസ്റ്റ്യൻ. ഗോയിറ്റർ എന്ന രോഗം ഏത് ഘടകത്തിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? ഗോയിറ്റർ എന്ന രോഗം ഏത് ഘടകത്തിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റമിൻ എ, അയഡിൻ, സോഡിയം, കാൽസ്യം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി അയഡിൻ. ഏതാണ്? ഓപ്ഷൻ ബി അയഡിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 15th ക്വസ്റ്റ്യൻ. കുട്ടികളിൽ തൈറോക്സിന്റെ കുറവിനാൽ ഉണ്ടാകുന്ന രോഗമേത്? എന്താണ്? കുട്ടികളിൽ തൈറോക്സിന്റെ കുറവിനാൽ ഉണ്ടാകുന്ന രോഗമേത്? ക്രെട്ടനിസം, ഗോയിറ്റർ, ഡയബറ്റിസ്, മിക്സഡിമ. ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ക്രെട്ടനിസം. ഏതാണ്? ഓപ്ഷൻ എ ക്രെട്ടനിസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16th ക്വസ്റ്റ്യൻ. ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത്? എന്താണ്? ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത്? ഓപ്ഷൻ എ തൈറോയിഡ്, കണ്ണിനെ, കരളിനെ, ശ്വാസകോശം. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? നമുക്കറിയാം അല്ലെ? ഏതാണ്? ഓപ്ഷൻ എ തൈറോയിഡ്. ഏതാണ്? ഓപ്ഷൻ എ തൈറോയിഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം? ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം? സാർസ്, പ്ലേഗ്, എയ്ഡ്സ്, എബോള. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി എബോള. ഏതാണ്? ഓപ്ഷൻ ഡി എബോള. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 18th ക്വസ്റ്റ്യൻ. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത്? എന്താണ്? ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത്? റിക്കറ്റ്സ്, സിക്കിൾ സെൽ അനീമിയ, റൂബല്ല, ചിക്കൻ ഗുനിയ. ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി റൂബല്ല. അപ്പൊ ജർമ്മൻ മീസിൽസ് ഏതാണ്? റൂബല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന ഒരു രോഗമാണ്? എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിൽ കൂടി
പകരുന്ന ഒരു രോഗമാണ് ക്ഷയം, കോളറ, ടൈഫോയിഡ്, മലേറിയ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ക്ഷയം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിൽ കൂടി പകരുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ എ ക്ഷയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ഏത്? മലമ്പനി, മന്ത്, ടൈഫോയിഡ്, ഡെങ്കിപ്പനി. ഇതിൽ ആൻസർ ഓപ്ഷൻ സി ടൈഫോയിഡ് ആണ് കേട്ടോ. ഇതാണ് ഓപ്ഷൻ സി ടൈഫോയിഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 21st ക്വസ്റ്റ്യൻ. PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു? PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു? വൈറസ്, ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ഫംഗസ്. ഓക്കെ, ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി മൈക്കോപ്ലാസ്മ. ഇതാണ് ഓപ്ഷൻ സി മൈക്കോപ്ലാസ്മ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 22nd ക്വസ്റ്റ്യൻ. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏത്? പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏത്? പൈറേക്കിഡ്, ക്ലാമിഡിയ സിറ്റസി, ഫിലൈൻ റൈനോ ട്രാക്കിറ്റൈസ്, എയർസീനിയ ഫെസ്റ്റിസ്. പേര് കേട്ട് ആരും പേടിക്കണ്ട. നമുക്ക് ഒരു എന്താ പറയാ, ഈ പേര് ഇങ്ങനെ ഇത്രയും കഷ്ടമുള്ള പേരുകൾ കാണുമ്പോൾ തന്നെ കാണാപ്പാടടിക്കാനൊന്നും പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാന്ന് വെച്ചാൽ എയർസീനിയ ഫെസ്റ്റിസ്. എന്താണ്? എയർസീനിയ ഫെസ്റ്റിസ്. ഫെസ്റ്റിസ് എന്തെങ്കിലും ഒരു ക്ലൂ ആലോചിച്ച് വെക്കുക കേട്ടോ. ഫെസ്റ്റിസ് അതെങ്കിലും ഓർത്ത് വെക്കുമ്പോൾ നമുക്കിത് കാണുമ്പോൾ കിട്ടും, ഉറപ്പാണ് കേട്ടോ. അപ്പൊ പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? എയർസീനിയ ഫെസ്റ്റിസ്. എന്താണ്? എയർസീനിയ ഫെസ്റ്റിസ്. അപ്പൊ മക്കളെ, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യനും ആൻസേഴ്സും എല്ലാവർക്കും ഇഷ്ടമായി കാണും. പഠിക്കാനും അതുപോലെ എളുപ്പമുള്ളൊരു മോഡൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഓർത്തിരിക്കാനും എല്ലാത്തിനും ഈസി തന്നെയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 വട്ടം വീഡിയോസ് കേൾക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ 4 എണ്ണം ഇങ്ങനെ നിരത്തി കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഏതെങ്കിലും ഒന്നും അല്ല, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 വട്ടെങ്കിലും കാണാൻ പറയണത്. ഇപ്പം വീട്ടമ്മമാർക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് പണി ചെയ്യുമ്പോൾ ഓൺ ചെയ്ത് വെച്ചാലും അത് കേട്ടുകൊണ്ട് അങ്ങനെ പണി ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളൊരു ഉപകാരമുണ്ട്. അപ്പൊ അതൊന്നും അനുസരിക്കുക, നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഇനി അടുത്ത വീഡിയോ ഇതുപോലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നിർത്തിയാലോ? ശരി കേട്ടോ, ബൈ.